വെൽക്കം ടു ദ വീഡിയോ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഈ വീഡിയോ. സ്ട്രെയിറ്റ് ടു ദ വീഡിയോ. മിനിമം ഏജ് വേണ്ടത് 36 വയസ്സ് വരെ, അതായത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് എഡ്യൂക്കേഷണൽ ഏജ് ആയിട്ട് വേണ്ടത്. വേക്കൻസി എന്ന് പറയുന്നത് നമ്മൾ PSCയിലൊക്കെ കാണുന്ന പോലെ ചില സമയത്ത് മറ്റേ ഒരു വേക്കൻസി 5 വേക്കൻസി 10 വേക്കൻസി എന്ന് പറയുന്ന പോലെയല്ല. 32,438 പോസ്റ്റ് ഉണ്ട്. അത്രയും വേക്കൻസി ഉണ്ട്. വലിയ വേക്കൻസി ഉള്ള ജോബ് നോട്ടിഫിക്കേഷനാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓർ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITA പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇക്വലൻസി വേണം, അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC ഗ്രാൻഡഡ് ബൈ NCVT. സോ ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണ്ടത് ഈ 3-4 ഏതെങ്കിലും മതി കേട്ടോ ഇതിനകത്ത്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് ഉള്ളത്. ഫീമെയിൽ ആണ്, അല്ലെങ്കിൽ PWBD കാൻഡിഡേറ്റ്സ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, എക്സ് സർവീസ്മെൻ ആണ്, SC ST മൈനോറിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC അങ്ങനെയുള്ള എല്ലാവർക്കും 250 റുപ്പീസ് ആണ്. അല്ലാത്ത ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന്, ജനറൽ ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് 500 റുപ്പീസ് ആണ്. സോ അങ്ങനെ 2 ആപ്ലിക്കേഷൻ ഫീസാണ് ഡിഫറൻസ് ആയിട്ട് വരാം. നോർമൽ ആൾക്കാർക്ക് 500, അല്ലാതെ പറഞ്ഞ ആൾക്കാർക്ക് 250 റുപ്പീസ് ആണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 18,000, അതായത് 18,000 രൂപയാണ് ബേസിക് പേ. ഇത് നമ്മുടെ ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരു 30,000-ഓളം രൂപയായിട്ട് മാറാം. അപ്പോൾ നല്ലൊരു സാലറിയാണ്, നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണിത്. ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് www.rrbapply.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. എന്നിട്ട് നമ്മൾ ഓൺലൈൻ വഴിയായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോവുക, അല്ലെങ്കിൽ തനിയെ ചെയ്യാൻ വേണമെങ്കിൽ തനിയെ ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കിനാണ് ഉള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് March 1 ആണ്. ആദ്യം February 28 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു, പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് March 1 വരെ ഉണ്ട്. അപ്പോൾ വളരെ കുറവ് സമയമാണുള്ളത്. അവസാനം വരെ വെയിറ്റ് ചെയ്തിരിക്കാണ്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ആപ്ലിക്കേഷൻ ഞാൻ സൈറ്റ് കാണിച്ചു തരാം, പക്ഷെ ഞാനത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാണ് സൈറ്റ്. ഇവിടെ നമ്മൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടാണ് ഇവിടെ നിന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് ഈ വീഡിയോയിലുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.